നമസ്കാരം. ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 7ാം സ്റ്റാൻഡേർഡിലെ സോഷ്യൽ സയൻസിലെ 10ാമത്തെ യൂണിറ്റ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടന, ആ യൂണിറ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് നോട്ട്സാണ് ഇതിൻ്റെ എടുത്തിരിക്കുന്നത്. എന്താണ് റിപ്പബ്ലിക്? എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവൻ ആയുള്ള സംവിധാനമാണ് റിപ്പബ്ലിക്. തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വ്യക്തി രാഷ്ട്രത്തലവൻ ആയുള്ള സംവിധാനമാണ് റിപ്പബ്ലിക് എന്നറിയപ്പെടുന്നത്. What is republic? Republic is a system in which the head of the state, അല്ലേ, രാഷ്ട്രത്തിൻ്റെ തലവൻ, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തിൻ്റെ തലവൻ ഈസ് ആൻ എലക്റ്റഡ് പേഴ്സൺ. ഒരു എലക്റ്റഡ് പേഴ്സൺ ആയിരിക്കും. എലക്റ്റഡ് എന്ന് വെച്ചാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പേഴ്സൺ, വ്യക്തി, അല്ലേ. ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തി രാഷ്ട്രത്തിൻ്റെ, സ്റ്റേറ്റിൻ്റെ തലവൻ, ഹെഡ് ആയിട്ടുള്ള സംവിധാനമാണ്. അങ്ങനെയുള്ള ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിപ്പബ്ലിക് എന്ന് പറയുന്നത്. റിപ്പബ്ലിക് ഈസ് എ സിസ്റ്റം. റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ഒരു സംവിധാനമാണ് ഇൻ വിച്ച് ഇവിടെ ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് ഈസ് ആൻ ഇലക്റ്റഡ് പേഴ്സൺ, ഒരു തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തിയായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കൂടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. വെൻ ടു വി സെലിബ്രേറ്റ് ദ റിപ്പബ്ലിക് ഡേ? റിപ്പബ്ലിക് ഡേ നമ്മൾ എന്നാണ് ആഘോഷിക്കുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്? ജാനുവരി 26. എവറി ഇയർ, എല്ലാ വർഷവും ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ബാക്കി വാട്ട് ഈസ് റിപ്പബ്ലിക് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അടുത്ത, ഹു ഇസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ? സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ രാഷ്ട്രപതി ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ആദ്യത്തെ പ്രസിഡന്റ് അല്ലെങ്കിൽ ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അടുത്തത്, എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും തത്വങ്ങളും നിയമങ്ങളും അടങ്ങുന്ന ആധികാരിക പ്രമാണമാണ് ഭരണഘടന. എന്താണ് ഭരണഘടന? ഒരു രാഷ്ട്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങളും, അടിസ്ഥാനപരമായ ആശയങ്ങളും, പിന്നെ തത്വങ്ങളും, പിന്നെ നിയമങ്ങളും. അപ്പോൾ എന്തൊക്കെയാണ്? അടിസ്ഥാന ആശയങ്ങൾ, തത്വങ്ങൾ, നിയമങ്ങൾ, ഇതെല്ലാം അടങ്ങുന്ന ഒരു ആധികാരിക പ്രമാണം ആണ് എന്ത് പറയുന്നത്? ഭരണഘടന എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടന അല്ലെങ്കിൽ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ? കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ആൻ ഓതന്റിക് ഡോക്യുമെന്റ്. ഒരു ഓതന്റിക് ഡോക്യുമെന്റ്, ആധികാരിക പ്രമാണം. ഓതന്റിക് ഡോക്യുമെന്റ് എന്ന് വെച്ചാൽ ആധികാരിക പ്രമാണമാണ്. കണ്ടെയ്നിങ്, അതിൽ എന്തൊക്കെ അടങ്ങിയിട്ടുള്ളത്? ദ ബേസിക് ഐഡിയാസ്, അടിസ്ഥാന ആശയങ്ങൾ, പിന്നെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങൾ, ആൻഡ് ലോസ്, നിയമങ്ങൾ, ഓഫ് എ കൺട്രി, ഒരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കൺട്രിയുടെ ബേസിക് ഐഡിയാസും അടിസ്ഥാന ആശയങ്ങളും, പിന്നെ പ്രിൻസിപ്പിൾസ്, തത്വങ്ങളും, ലാസ്, നിയമങ്ങളും അടങ്ങിയിട്ടുള്ള, കണ്ടെയ്ൻ ചെയ്തിട്ടുള്ള ഓതന്റിക് ഡോക്യുമെന്റ്, ആധികാരിക പ്രമാണമാണ് എന്തെന്നറിയപ്പെടുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത്, ഇന്ത്യൻ ഭരണഘടന പൂർത്തിയാക്കുന്നതിന് എത്ര കാലയളവാണ് വേണ്ടി വന്നത് എന്നുള്ളതാണ്. 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണത്തിനായി വേണ്ടി വന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനാ രൂപീകരണത്തിനായി വേണ്ടി വന്ന കാലയളവ് എത്രയാണ്? 2 വർഷം 11 മാസം 17 ദിവസം. 2 വർഷം 11 മാസം 17 ദിവസം. It took 2 years 11 months and 17 days to frame the Indian Constitution. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിം ചെയ്യാൻ, രൂപീകരിക്കുവാൻ എത്രയാണ്? 2 years 2 വർഷം 11 months 11 മാസം ആൻഡ് 17 days 17 ദിവസം. അടുത്ത പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം. ഇന്ത്യൻ ഭരണഘടനയിൽ എന്തെല്ലാമാണ് അടങ്ങിയിട്ടുള്ളത്? ഒരു ആമുഖമുണ്ട്, പിന്നെ 395 അനുച്ഛേദങ്ങൾ, 12 പട്ടികകൾ, 22 ഭാഗങ്ങൾ, 98 ഭേദഗതികൾ. ഏതുവരെ? മെയ് 2013 വരെയുള്ള കണക്കാണ് ഈ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഒരു ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു ആമുഖമുണ്ട്, പിന്നെ 395 അനുച്ഛേദങ്ങളുണ്ട്, 12 പട്ടികകൾ, 22 ഭാഗങ്ങൾ, 98 ഭേദഗതികൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടന്റ് ടിൽ മെയ് 2013. മെയ് 2013 വരെ എന്തൊക്കെയാണ്? ഒരു പ്രിയാമ്പിൾ, ആമുഖമുണ്ട്, പിന്നെ 395 ആർട്ടിക്കിൾ, 395 അനുച്ഛേദങ്ങൾ, 12 ഷെഡ്യൂൾസ്, 12 പട്ടികകൾ, 22 പാർട്സ്, 22 ഭാഗങ്ങൾ, 98 അമെൻമെന്റ്സ്, 98 ഭേദഗതികൾ. ഇത്രയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? പ്രിയാമ്പിൾ, 395 ആർട്ടിക്കിൾസ്, 12 ഷെഡ്യൂൾസ്, 22 പാർട്സ്, 98 അമെൻമെന്റ്സ്. ഏതുവരെയാണ്? ടിൽ മെയ് 2013. മെയ് 2013 വരെയുള്ള കണക്കാണ് ഈ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ്, ഹു പ്രിപ്പയർ ദ പ്രിയാമ്പിൾ ടു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ ഭരണഘടനയിൽ പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് വേണ്ടി പ്രിയാമ്പിൾ തയ്യാറാക്കിയത്. ആരാണ് ജവഹർലാൽ നെഹ്റു? ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം.
പിന്നെ പ്രിയാമ്പിളിനെ എന്തെന്നാണ് വിശേഷിപ്പിക്കുന്നത്? ഇറ്റ് ഈസ് ഡെസ്ക്രൈബ്ഡ് ആസ്, അതായത് പ്രിയാമ്പിൾ ഈസ് ഡെസ്ക്രൈബ്ഡ് ആസ്, പ്രിയാമ്പിളിനെ ഡെസ്ക്രൈബ് ചെയ്യുന്നു എന്തെന്ന്? ആസ് ദ എസൻസ് ആൻഡ് കീ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ ഭരണഘടനയുടെ എസൻസ്, സത്തയും അന്തസത്തയും, ആൻഡ് കീ താക്കോലും ആണ് നമ്മുടെ പ്രിയാമ്പിൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. എന്താണ്? എസൻസ് ആൻഡ് കീ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പ്രിയാമ്പിളിനെ വിശേഷിപ്പിക്കുന്നത്. ഈ പ്രിയാമ്പിൾ തയ്യാറാക്കിയത് ആരാണ്? നമ്മുടെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആയ, ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്, ആക്ടിവിറ്റി ആണ്. ഏതെല്ലാം ഘട്ടങ്ങളിലൂടെയാണ് ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെട്ടത്? കുറിപ്പ് തയ്യാറാക്കുക. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ സ്റ്റേജസ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. അപ്പോൾ ഇതിൽ പറയുന്ന ഓരോ സെൻറ്റൻസും ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സാണ്. അപ്പോൾ നിങ്ങൾ ആ ഓരോന്നും മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിക്കുക. ഇച്ചിരി വലുതായിട്ട് തോന്നും, പക്ഷേ നമുക്ക് മനസ്സിലാക്കി പഠിച്ചാൽ അത് പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. The framing of the Indian Constitution started with the formation of the Constituent Assembly. ഒന്നാമത്തെ സെൻറ്റൻസ് എന്താണ്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫ്രെയിമിംഗ്, രൂപീകരണം, സ്റ്റാർട്ടഡ് തുടങ്ങി വെച്ചത് വിത്ത് ദ ഫോർമേഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ഫോർമേഷനോട് കൂടിയാണ്, രൂപീകരണത്തോടു കൂടിയാണ്. മനസ്സിലായോ ആ ഒരു സെൻറ്റൻസ്? എന്താണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറഞ്ഞാൽ? ഭരണഘടനാ നിർമ്മാണ സഭ, അതാണ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അടുത്ത സെൻറ്റൻസ്, ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദി അസംബ്ലി വാസ് ഓൺ 9th December 1946. രണ്ടാമത്തെ സെൻറ്റൻസ്. അപ്പോൾ ഈ അസംബ്ലിയുടെ അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഫസ്റ്റ് മീറ്റിംഗ്, ആദ്യത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് എന്നാണ് നടന്നത്? 9th December 1946, 1946 ഡിസംബർ 9 ആയിരുന്നു. ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ വാസ് ഇറ്റ്സ് ആക്ടിംഗ് ചെയർമാൻ. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആക്ടിംഗ് ചെയർമാൻ. എന്താണ് ആക്ടിംഗ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ? താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആക്ടിംഗ് ചെയർമാൻ അല്ലെങ്കിൽ താൽക്കാലിക അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ ആയിരുന്നു. Later, Dr. Rajendra Prasad was elected as the chairman of the Constituent Assembly. പിന്നീട് ലേറ്റർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എന്ത് ചെയ്യുന്നു? വാസ് elected as the chairman of the Constituent Assembly. കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ അല്ലെങ്കിൽ ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ചെയർമാനായിട്ട് എന്ന് വെച്ചാൽ സ്ഥിരം അധ്യക്ഷനായിട്ട് ആരെ തിരഞ്ഞെടുത്തു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ എലക്ട് ചെയ്യുമെന്ന് വെച്ചാൽ തിരഞ്ഞെടുത്തു. അടുത്ത സെൻറ്റൻസ്, ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ബിഗാൻ ഫങ്ഷനിങ് ബൈ ഫോമിംഗ് വേരിയസ് കമ്മിറ്റീസ് അല്ലെങ്കിൽ വിവിധ കമ്മിറ്റികൾ ഫോം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ രൂപീകരിച്ചുകൊണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. അതാണ് പറഞ്ഞിട്ടുള്ളത്. ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ എന്നാണ് കേട്ടോ. ഞാൻ നേരത്തെ നിയമനിർമ്മാണ സഭ എന്നാണ് പറഞ്ഞത്, സോറി. ഭരണഘടനാ നിർമ്മാണ സഭ ബിഗാൻ ഫങ്ഷനിങ്, പ്രവർത്തനം ആരംഭിച്ചത് ബൈ ഫോമിംഗ് വേരിയസ് കമ്മിറ്റീസ്, വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചുകൊണ്ടായിരുന്നു. അടുത്ത സെൻറ്റൻസ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വാസ് വൺ എമംഗ് ദം. അതിൽ ഒരെണ്ണമായിരുന്നു ഭരണഘടനാ കരട് കമ്മിറ്റി എന്ന് പറയും. കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് വെച്ചാൽ കരട് കമ്മിറ്റി. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി എന്ന് പറയുന്നത് അതിൽ ഒരു കമ്മിറ്റി ആയിരുന്നു. ഇറ്റ് വാസ് റെസ്പോൺസിബിൾ ഫോർ പ്രിപ്പയറിംഗ് ദ ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ കരട് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു അതിൻ്റെ റെസ്പോൺസിബിലിറ്റി. അതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചുമതല, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫോർ പ്രിപ്പയറിംഗ് ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ കരട് തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു ഡ്രാഫ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഡോക്ടർ BR അംബേദ്കർ വാസ് ദ ചെയർമാൻ ഓഫ് ദി കമ്മിറ്റി. അപ്പോൾ ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ഹീ ഈസ് നോൺ ആസ് ദ ആർക്കിടെക്ട് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അദ്ദേഹം എന്തെന്ന് അറിയപ്പെടുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആർക്കിടെക്റ്റ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നു. ആര്? ഡോക്ടർ BR അംബേദ്കർ. കരട് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. അദ്ദേഹം ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി അല്ലെങ്കിൽ ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഡോക്ടർ BR അംബേദ്കർ അറിയപ്പെടുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇത് തീർന്നിട്ടില്ല, ഇതിൻ്റെ ബാക്കി നോട്ട് അതിലോട്ട് പോവാം. The committee headed by Dr. BR Ambedkar prepare
എ ഡ്രാഫ്റ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് ഡോക്ടർ BR അംബേദ്കർ പ്രതിനിധീകരിച്ച, ഹെഡ് എന്ന് വെച്ചാൽ പ്രതിനിധീകരിച്ച കമ്മിറ്റി ഒരു എന്ത് പ്രിപ്പയർ ചെയ്തു? ഒരു ഡ്രാഫ്റ്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു കരട് രൂപീകരിച്ചു, കരട് പ്രിപ്പയർ ചെയ്തു. ഇറ്റ് വാസ് ഡൺ ബേസ്ഡ് ഓൺ ദ റിപ്പോർട്ട്സ് സബ്മിറ്റഡ് ബൈ ഡിഫറെൻറ്റ് കമ്മിറ്റീസ്. ഈ കരടെന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ഇറ്റ് വാസ് ഡൺ, ഇത് ചെയ്തത് ബേസ്ഡ് ഓൺ ദ, എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? റിപ്പോർട്ട്സ് സബ്മിറ്റഡ് ബൈ ഡിഫറെൻറ്റ് കമ്മിറ്റീസ്. പല കമ്മിറ്റികളും സബ്മിറ്റ് ചെയ്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇങ്ങനെ ഒരു കരട് അല്ലെങ്കിൽ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്. അടുത്ത സെൻറ്റൻസ് ആയിട്ട് പറയുന്നത്, ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി അപ്രൂവ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ 26 നവംബർ 1949. ഈ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ഭരണഘടനാ നിർമ്മാണ സഭ അപ്രൂവ് ചെയ്തത്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മുടെ ഭരണഘടനയെ അപ്രൂവ് ചെയ്തത് എന്നാണ്? നവംബർ 26, 1949 നവംബർ 26-നായിരുന്നു. നവംബർ 26, 1949-നായിരുന്നു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ചെയ്തത്. ദിസ് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ. ഈ നവംബർ 26 എന്തായിട്ട് നമ്മൾ ആചരിക്കുന്നു? കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ എന്ന പേരിൽ ആചരിക്കുന്നത്, ഭരണഘടനാ ദിനം എന്ന പേരിൽ നമ്മൾ ആചരിക്കുന്നു. ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഒഫീഷ്യലി കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ 26 ജനുവരി 1950. 1950 ജനുവരി 26-നാണ് ഔദ്യോഗികമായി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത്. അന്നേ ദിവസം നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നു? റിപ്പബ്ലിക് ഡേ ആയിട്ട് ആചരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനയുടെ താക്കോലാണ് ആമുഖം. ഈ പ്രസ്താവനയുടെ പ്രാധാന്യം വ്യക്തമാക്കുക. ദ പ്രിയാമ്പിൾ ഈസ് ദ കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. എലുസിഡേറ്റ്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് കീ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ താക്കോലാണ്. പ്രിയാമ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? ആമുഖം. അപ്പോൾ ആ പ്രസ്താവനയുടെ പ്രാധാന്യം വ്യക്തമാക്കണം. പ്രിയാമ്പിൾ ഡെസ്ക്രൈബ് ദ ബേസിക് ഐഡിയാസ് ആൻഡ് വാല്യൂസ് ഓഫ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ ബേസിക് ഐഡിയാസ്, അടിസ്ഥാനപരമായ ആശയങ്ങളും ആൻഡ് വാല്യൂസ്, മൂല്യങ്ങളും വ്യക്തമാക്കുന്നു അല്ലെങ്കിൽ ഡെസ്ക്രൈബ് ചെയ്യുന്നു. ഈ പ്രിയാമ്പിൾ. പ്രിയാമ്പിൾ ഹെൽപ്പ് us to understand what are the contents included in our constitution. മാത്രമല്ല പ്രിയാമ്പിൾ നമ്മളെ സഹായിക്കുന്നു, നമ്മളെ സഹായിക്കുന്നു എന്താ? ടു അണ്ടർസ്റ്റാൻഡ്, മനസ്സിലാക്കാൻ. വാട്ട് ആർ ദ കണ്ടൻസ് ഇൻക്ലൂഡഡ് ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയിൽ എന്തെല്ലാം കണ്ടൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മളെ മനസ്സിലാക്കി തരുന്നത് ആ പ്രിയാമ്പിളാണ്. സോ വി ക്യാൻ സേ ദാറ്റ് പ്രിയാമ്പിൾ ഇസ് ദ കീ ടു ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഭരണഘടനയുടെ താക്കോലാണ് എന്ന് പറയാം. നെക്സ്റ്റ്, വാട്ട് ആർ ദ ബേസിക് ഗോൾസ് ഓഫ് ദി പ്രിയാമ്പിൾ. പ്രിയാമ്പിളിൻ്റെ ബേസിക് ഗോൾസ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്? സോവറിനിറ്റി, സോഷ്യലിസം, സെക്യുലറിസം, ഡെമോക്രസി, റിപ്പബ്ലിക്. സോവറിനിറ്റി എന്ന് വെച്ചാൽ പരമാധികാരം, സോഷ്യലിസം സ്ഥിതി സമത്വം, സെക്യുലറിസം മതേതരത്വം, ഡെമോക്രസി ജനാധിപത്യം, റിപ്പബ്ലിക്. ഇത്രയാണ് ബേസിക് ഗോൾസ് അല്ലെങ്കിൽ അടിസ്ഥാന ലക്ഷ്യങ്ങൾ. ഏതിൻ്റെ? എൻ്റെ പ്രിയാമ്പിളിൽ, ആമുഖത്തിലെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ. ഇവ ഓരോന്നും എന്തെന്നാണ് ഈ ഒരു ഫ്ലോ ചാർട്ടിൽ പറയുന്നത്. ഒന്നാമത്തേത് പരമാധികാരം അല്ലെങ്കിൽ സോവറിനിറ്റി. ബാഹ്യവും ആഭ്യന്തരവുമായ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നതിന് രാഷ്ട്രത്തിനുള്ള അധികാരം. അതാണ് പരമാധികാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് സ്ഥിതി സമത്വം. സമൂഹത്തിലെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സാമൂഹ്യ നീതി ഉറപ്പാക്കുന്നു. അതിനെയാണ് നമ്മൾ സ്ഥിതി സമത്വം അല്ലെങ്കിൽ സോഷ്യലിസം എന്ന് പറയുന്നത്. അപ്പോൾ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു സ്ഥിതി സമത്വം എന്ന ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം. എന്താണ്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്കുള്ള അവകാശം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം എന്ന് പറയുന്നത്. രാഷ്ട്രം ഒരു മതത്തോടും വിവേചനം കാണിക്കില്ല. രാഷ്ട്രത്തിന് ഔദ്യോഗിക മതമില്ല. അടുത്തത് ജനാധിപത്യം അല്ലെങ്കിൽ ഡെമോക്രസി. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളിലൂടെ ഭരണം നടക്കുന്നു. അതിനെയാണ് ഡെമോക്രസി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജനാധിപത്യം എന്ന് പറയുന്നത്. റിപ്പബ്ലിക് എന്ന് വെച്ചാൽ രാഷ്ട്രത്തലവനെ തിരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിക്കുന്നു. അതാണ് റിപ്പബ്ലിക് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തേത് സോവറിനിറ്റി, ദ കംപ്ലീറ്റ് പവർ ടു ടേക്ക് ഡിസിഷൻ ഓൺ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ മാറ്റേഴ്സ്. തീരുമാനമെടുക്കാനുള്ള
പൂർണ്ണമായിട്ടുള്ള പരമാധികാരം, കംപ്ലീറ്റ് പവർ എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടുള്ള അധികാരം. ഏതിൽ? എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ മാറ്റേഴ്സ്, ആഭ്യന്തര കാര്യങ്ങളിലും ബാഹ്യ കാര്യങ്ങളിലും തീരുമാനമെടുക്കാനുള്ള പൂർണ്ണമായിട്ടുള്ള കംപ്ലീറ്റ് പവർ, പൂർണ്ണ അധികാരം. അതിനെയാണ് നമ്മൾ സോവറിനിറ്റി എന്ന് പറയുന്നത്. അടുത്തത് സോഷ്യലിസം. സോഷ്യൽ ജസ്റ്റിസ് ഈസ് എൻഷുർഡ് ബൈ മിനിമൈസിങ് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇനിക്വാളിറ്റീസ് ഇൻ സൊസൈറ്റി. സോഷ്യൽ ജസ്റ്റിസ് എന്ന് വെച്ചാൽ എന്താണ്? സാമൂഹ്യ നീതി. അതിനെയാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. സാമൂഹ്യ നീതി ഈസ് എൻഷ്യൂർഡ്, എന്ത് ചെയ്യുന്നു? ഉറപ്പാക്കുന്നു. എങ്ങനെ? ബൈ മിനിമൈസിങ്, കുറച്ച്. എന്തിനെ കുറച്ച്? സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇനിക്വാളിറ്റീസ്. സാമൂഹിക, സോഷ്യൽ എന്ന് വെച്ചാൽ സാമൂഹിക, എക്കണോമിക് സാമ്പത്തിക, ആൻഡ് പൊളിറ്റിക്കൽ രാഷ്ട്രീയ, ഇനിക്വാളിറ്റീസ് അസമത്വങ്ങൾ ഇൻ സൊസൈറ്റി സമൂഹത്തിലെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ അസമത്വങ്ങൾ കുറച്ച് സോഷ്യൽ ജസ്റ്റിസ് എൻഷ്യൂർ ചെയ്യുക, സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുക. അതാണ് സോഷ്യലിസം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സെക്യുലറിസം അല്ലെങ്കിൽ മതേതരത്വം. എന്താണ്? ദ സിറ്റിസൺസ് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് ദ റിലീജിയൻ ഓഫ് ദെയർ പ്രിഫറൻസ്. അതായത് പൗരന്മാർക്ക് റൈറ്റ്, അവകാശമുണ്ട്. പൗരന്മാരുടെ അവകാശം. എന്തവകാശം? ടു പ്രൊഫസ് എന്ന് വെച്ചാൽ എന്താണ്? വിശ്വസിക്കുക. ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് എന്ന് വെച്ചാൽ പ്രചരിപ്പിക്കുക. എന്താ? ദ റിലീജിയൻ ഓഫ് ദെയർ പ്രിഫറൻസ്, അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള റിലീജിയൻ, മതത്തിൽ വിശ്വസിക്കുന്നതിനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും പൗരന്മാർക്ക് അവകാശമുണ്ട്. അതാണ് സെക്യുലറിസം അല്ലെങ്കിൽ മതേതരത്വം. ദ സ്റ്റേറ്റ് ഡസ് നോട്ട് ഫേവർ എനി റിലീജിയൻ. നമ്മുടെ രാഷ്ട്രം ഇവിടെ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് രാഷ്ട്രത്തിനെയാണ് കേട്ടോ. ദ സ്റ്റേറ്റ് ഡസ് നോട്ട് ഫേവർ എനി റിലീജിയൻ. നമ്മുടെ രാഷ്ട്രം ഒരു റിലീജിയനെ, ഒരു മതത്തെയും ഫേവർ ചെയ്യുന്നില്ല. ദ സ്റ്റേറ്റ് ഹാസ് നോ ഒഫീഷ്യൽ റിലീജിയൻ. അത് മാത്രമല്ല നമ്മുടെ രാജ്യത്തിന് ഔദ്യോഗികമായിട്ട് ഒരു മതവുമില്ല. ഇതാണ് സെക്യുലറിസം. അടുത്തത് ഡെമോക്രസി ജനാധിപത്യം. ദ ഗവൺമെന്റ് ഈസ് റൺ ബൈ ദ റെപ്രസെൻറ്റേറ്റീവ്സ് എലക്റ്റഡ് ബൈ ദ പീപ്പിൾ. ഗവൺമെന്റ് ഭരണം നടത്തുന്നത് എങ്ങനെയാണ്? ബൈ ദ റെപ്രസെൻറ്റേറ്റീവ്സ് എന്ന് വെച്ചാൽ പ്രതിനിധികൾ വെച്ചിട്ടാണ്. എലക്റ്റഡ് ബൈ ദ പീപ്പിൾ, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന, എലക്ട് ചെയ്യുന്ന പ്രതിനിധികളാണ് ഈ ഭരണം നടത്തുന്നത്. അടുത്തത് റിപ്പബ്ലിക്. എന്താണ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ? The head of the state is decided through election. Head of the state, രാഷ്ട്രത്തിൻ്റെ തലവനെ, സ്റ്റേറ്റിൻ്റെ ഹെഡ് അല്ലെങ്കിൽ രാഷ്ട്രത്തിൻ്റെ തലവനെ ഈസ് ഡിസൈഡഡ്, തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? ത്രൂ ഇലക്ഷൻ വഴി, തിരഞ്ഞെടുപ്പ് വഴി തീരുമാനിക്കുന്ന ഒരു പ്രക്രിയയാണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ബേസിക് ഗോൾസ് ഓഫ് ദി പ്രിയാമ്പിളിൻ്റെ ബേസിക് ഗോൾസ് എന്ന് പറയുന്നത്. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കായി ഷെയർ ചെയ്യുക. താങ്ക്